സോഷ്യൽ ജസ്റ്റിസ്. പുതിയ ചിന്തകൾ, പുതിയ സമൂഹം. പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആധുനിക ജർമ്മനിയുടെ ശില്പി ഓട്ടോ വോൺ ബിസ്മാർക്ക് ലോകത്തോട് പറഞ്ഞു, പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് ദ പോസിബിൾ. അസാധ്യമായ ആദർശങ്ങൾക്ക് പുറകെ പോകാതെ പ്രായോഗികമായി എന്ത് നേടിയെടുക്കാം എന്നതായിരുന്നു ബിസ്മാർക്കിൻ്റെ രാഷ്ട്രീയ ദർശനം. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറം വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ വാചകത്തിന് വികൃതമായ മറ്റൊരു അർത്ഥം കൈവന്നിരിക്കുന്നു. ഇവിടെ സാധ്യത എന്നാൽ പ്രായോഗിക വികസനമല്ല, എങ്ങനെയെങ്കിലും അധികാരം നേടാനുള്ള സാധ്യത മാത്രമാണ്. അത് കൂറുമാറ്റത്തിലൂടെയാകാം, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തം പ്രത്യയശാസ്ത്രത്തെ കുഴിച്ചുമൂടിക്കൊണ്ടാകാം. ജനാധിപത്യം വിൽക്കപ്പെടുന്നുണ്ടോ? അധികാരത്തിൻ്റെ ചതുരംഗപ്പലകയിൽ കരുനീക്കുന്നവർ വോട്ടർമാരെ വിസ്മരിക്കുമ്പോൾ പ്രതികരിക്കേണ്ടത് നിങ്ങൾ ജനങ്ങളാണ്. കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് നീങ്ങുകയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് ഗൗരവമായ ചില ചിന്തകൾ പങ്കുവെക്കുവാനാണ് സോഷ്യൽ ജസ്റ്റിസ് ചാനൽ ഇന്ന് ശ്രമിക്കുന്നത്. ചാനലിൻ്റെ CEO ആയ ഉമർ മൊഴിക്കൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആമുഖമായി ലൈല പറഞ്ഞതുപോലെ ആയാറാം ഗയാറാംമാരുടെ വിഹാര കേന്ദ്രമായി കൊടികുത്തി വാഴുന്ന ഒരിടമായി ഇന്ത്യൻ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു. സത്യത്തിൽ എന്താണ് ഈ ആയാറാം ഗയാറാം പ്രയോഗത്തിൻ്റെ ഉത്ഭവം? മിസ്റ്റർ MK, ആയാറാം ഗയാറാംമാരെ പറ്റി താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ആയാറാം ഗയാറാം എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലജ്ജാകരമായ കൂറുമാറ്റത്തിൻ്റെ പ്രതീകമായി മാറിയൊരു പ്രയോഗമാണ്. ഇതിന് കൃത്യമായ ഒരു ചരിത്ര പശ്ചാത്തലവുമുണ്ട്, വെറുതെ പറയുന്നതല്ല. 1967 ഹരിയാനയിലെ MLA ആയിരുന്ന ഗയാലാൽ ഒരൊറ്റ ദിവസം തന്നെ 3 തവണയാണ് പാർട്ടി മാറിയത്. 9 ദിവസത്തിനുള്ളിൽ പലതവണ മാറി. പക്ഷേ അതിൽ ഒരൊറ്റ ദിവസം തന്നെ 3 തവണ പാർട്ടി മാറിയ മഹാനാണ്. 3-ാം തവണ പാർട്ടി മാറിക്കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ച് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഏറ്റവും അവസാനമായി അദ്ദേഹം ചേർന്ന പാർട്ടിയുടെ നേതാവ് തമാശയായി പറഞ്ഞ കാര്യമാണിത്. ഗയാറാം അബ് ആയറാം, പോയറാം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെയാണ് ആയാറാം ഗയാറാം പ്രചാരത്തിലായത്. അർത്ഥം വളരെ ലളിതമാണ്. ഇന്ന് ഈ പാർട്ടി, നാളെ വേറൊരു പാർട്ടി. ഇതാണ് ആ പോളിസി. അപ്പോൾ രാവിലെ ഒരു പാർട്ടിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, വൈകുന്നേരം സ്വന്തം ഇഷ്ടമനുസരിച്ച് പാർട്ടി മാറുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ വിശേഷിപ്പിക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു വാക്കാണ് ഈ ആയാറാം ഗയാറാം, അല്ലേ? തീർച്ചയായും MK, അവർ ഏത് വേഷവും കെട്ടിയാടാൻ മടിയില്ലാത്തവരാണ്. നിമിഷ നേരം കൊണ്ട് നിറം മാറുന്ന ഓന്തുകൾ. അവരെ വിശേഷിപ്പിക്കാൻ മറ്റു വാക്കുകളൊന്നും ഞാൻ കാണുന്നില്ല. മിസ്റ്റർ മൊഴിക്കൽ, പ്രബുദ്ധം, രാഷ്ട്രീയ പ്രബുദ്ധം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ കേരളത്തിലും ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ നോമിനേഷൻ കൊടുക്കുന്ന സമയമായപ്പോഴത്തേക്കും തനിക്ക് സീറ്റില്ല എന്ന് മനസ്സിലാക്കി പല രാഷ്ട്രീയ ഉന്നത നേതാക്കന്മാരും റിബൽ ഭീഷണിയൊക്കെ മുഴക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവരൊക്കെ ഉന്നത സ്ഥാനത്ത് മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള പല നേതാക്കന്മാരും നഗ്നരാണെന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, അല്ലേ? നിർഭാഗ്യവശാൽ അതാണ് സത്യം. മുമ്പൊക്കെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ പാർട്ടികളിലും വടക്കേ ഇന്ത്യയിലുമായിരുന്നു ഈ അസുഖം കൂടുതലും. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി. കേഡർ പാർട്ടികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വരെ, അതിൽ നിന്ന് വരെ ആർക്കും എപ്പോഴും എവിടേക്കും കൂറുമാറാം എന്ന അവസ്ഥയാണ്. നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ 4-കിട വിലപേശലുകളും കണക്ക് പറച്ചിലുകളും ഇപ്പോൾ കേരളത്തിലും വ്യാപകമായിട്ടുണ്ട്. അതെ, മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ചില പാർട്ടികളുടെ നേതാക്കന്മാർക്ക് ഇന്നലെ വരെ അവർ വർഗീയ പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ചിലരെയെങ്കിലും കൂടെ നിർത്തുവാൻ യാതൊരു സങ്കോചവുമില്ല. തിരിച്ചും തങ്ങളെ ഇന്നലെ വരെ ശത്രുക്കളായി കണ്ടിരുന്ന പാർട്ടികളുടെ കൂടെ പോകാൻ
ഇത്തരം പാർട്ടികൾക്ക് മാറി നിന്നിരുന്ന പാർട്ടികൾക്ക് യാതൊരു വൈമുഖ്യവുമില്ല. അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷനോട് അടുപ്പിച്ച് കാണുന്നു. പണ്ടൊക്കെ നമ്മൾ പറയാറുള്ള ആദർശ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പ്രയോഗമാണിത്. സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണിത്. മതേതരത്വം, സോഷ്യലിസം എന്നൊക്കെ ഘോരം പ്രസംഗിക്കുന്നവർക്ക് മന്ത്രിസ്ഥാനമോ അധികാരത്തിൻ്റെ ചക്കരക്കുടമോ കണ്ടാൽ മതി. യാതൊരു ലജ്ജയുമില്ലാതെ നിമിഷനേരം കൊണ്ട് അവർ മറുകണ്ഠം ചാടും. താഴെത്തട്ടിൽ പാർട്ടിക്കു വേണ്ടി തല്ലുകൊള്ളുകയും വിയർപ്പൊഴുക്കുകയും ചെയ്യുന്ന സാധാരണ പ്രവർത്തകൻ തൻ്റെ നേതാവ് മറുകണ്ഠം ചാടുന്നത് കണ്ട് വാ പൊളിച്ചു നിൽക്കുന്ന കാഴ്ച ദയനീയമാണ്. രാഷ്ട്രീയക്കാരൻ തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പണയപ്പെടുത്തുന്നു. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പുഴുക്കുത്താണിത്. നിറം മാറുന്ന രാഷ്ട്രീയ ഓന്തുകൾ. ഇന്നത്തെ ശത്രു, നാളത്തെ മിത്രം. നിങ്ങൾ മറക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ പാർട്ടി പ്രവർത്തകരെയാണ്. നിങ്ങളിൽ വിശ്വാസമർപ്പിച്ച് നിങ്ങൾക്ക് വോട്ട് നൽകിയ പാവം ജനങ്ങളെയാണ്. അതുപോലെ തന്നെ ഈ കൂറുമാറ്റം, ഇപ്പം നമ്മൾ കൂറുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു. ഈ കൂറുമാറ്റം പോലെ തന്നെ ജനങ്ങൾ വെറുക്കുന്ന ഒരു കാര്യമാണ് 5 വർഷത്തേക്ക് MP-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ MLA-മാരായി മത്സരിക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്നത്. 5 വർഷത്തേക്ക് MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട രാജിവെച്ചിട്ട് MP-മാരാകാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ സത്യത്തിൽ ജനങ്ങൾക്ക് വെറുപ്പുളവാക്കുന്ന ഒരു പ്രവണതയല്ലേ? ഇത് ഒരു കേവല സ്ഥാനം മാറ്റം മാത്രമാണോ, അതോ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള കസരകളിയാണോ? ഇതൊരു വലിയ ചതിയാണ്. ഒരു ജനപ്രതിനിധി കാലാവധി തികക്കാതെ രാജിവെക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വരുന്നു. ഇതിന് ചിലവാകുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ആരുടെ പണമാണ് ഇങ്ങനെ? ആരുടെ പണമാണിത്? സാധാരണക്കാരൻ്റെ നികുതി പണമല്ലേ? രാഷ്ട്രീയക്കാരുടെ വ്യക്തിപരമായ അധികാരമോഹത്തിനു വേണ്ടി പൊതുഖജനാവ് കൊള്ളയടിക്കപ്പെടുകയാണ്. ഇത് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന തികച്ചും നിരുത്തരവാദമായ പ്രവർത്തനമാണിത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണമില്ലെന്ന് പറയുന്ന സർക്കാർ രാഷ്ട്രീയക്കാരുടെ കസേരക്കളിക്കായി കോടികൾ പൊടിക്കുന്നു. ഈ ധൂർത്ത് അവസാനിക്കേണ്ടതല്ലേ? അധികാര കസേരകൾക്കായി വീണ്ടും തെരഞ്ഞെടുപ്പുകൾ. നിങ്ങളുടെ നികുതിപ്പണം രാഷ്ട്രീയക്കാരുടെ പരീക്ഷണ വസ്തുവാക്കാൻ അനുവദിക്കണോ? സർ, നിയമസഭയ്ക്കുള്ളിലും പാർലമെൻറ്റുള്ളിലൊക്കെ നമുക്ക് പരസ്പരം പോരാടിക്കുകയും കടിച്ചു കീറുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം ഒന്നായി നിന്ന് പോരാടുന്ന ചില സവിശേഷമായ സന്ദർഭങ്ങളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാനുള്ള ബിൽ വരുമ്പോൾ അങ്ങനെയാണ്. സാധാരണക്കാരൻ വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും നട്ടം തിരിയുമ്പോൾ യാതൊരു വിയോജിപ്പും കൂടാതെ പരസ്പരം കടിച്ചു കീറുന്ന വ്യത്യസ്ത പാർട്ടികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും, എല്ലാ MLA-മാരും MP-മാരും സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ അവർ ഒരേ മനസ്സോടെ വോട്ട് ചെയ്യുകയാണ്. ഇവിടെയാണ് ജനങ്ങൾ രാഷ്ട്രീയത്തെ വെറുത്തു തുടങ്ങുന്നത്. അതെ, ഈ വെറുപ്പ് ജനാധിപത്യത്തോടുള്ള വെറുപ്പായി മാറാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. അതുകൊണ്ടാണ് നല്ല മനുഷ്യർ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു നിൽക്കുന്നത്. പ്രിയപ്പെട്ട വോട്ടർമാരെ, കേരളം മറ്റൊരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ്. ഈ ചതിക്കുഴികളിൽ വീണോ, വീണ്ടും തെറ്റുപറ്റണോ എന്ന് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയക്കാരൻ നിങ്ങളെ വെറുമൊരു വോട്ട് യന്ത്രമായി കാണുന്നു. എന്നാൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട സുപ്രധാനമായ 3 ചോദ്യങ്ങളുണ്ട്. 1. നിങ്ങൾ ജയിച്ചാൽ 5 വർഷം ഈ പദവിയിൽ തന്നെ തുടരുമോ? 2. നാളെ നിങ്ങൾ പ്രത്യയശാസ്ത്രം പണയപ്പെടുത്തി മറുകണ്ഠം ചാടുമോ? 3. നിങ്ങളുടെ ആഡംബരത്തിനോ അതോ നാടിൻ്റെ വികസനത്തിനാണോ നിങ്ങൾ മുൻഗണന നൽകുന്നത്? ഈ 3 ചോദ്യങ്ങളുമാണ് നാം അവരോട് ചോദിക്കേണ്ടത്. ചിഹ്നം നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന രീതി നിർത്തി സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, അവരുടെ മുൻകാല ചരിത്രം, ഇതൊക്കെ നമ്മൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. പ്രശസ്ത ചിന്തകൻ സാമുവൽ ജോൺസൺ 250 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്സ് ഈസ് ദ റെഫ്യൂജ് ഓഫ് സ്കൗണ്ടറൽ. രാഷ്ട്രീയം വിഡ്ഢികളുടെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ഏറ്റവും അവസാനത്തെ അഭയകേന്ദ്രമാണ്. രാജ്യസ്നേഹം എന്ന അർത്ഥത്തിലാണ് അന്ന് അദ്ദേഹം അത് പറഞ്ഞതെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് അത് നന്നായി ചേരും. അവർ സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ രാഷ്ട്രീയത്തെ ആയുധമാക്കുകയാണ്. സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. അതിനെ വിഡ്ഢികളുടെ അഭയകേന്ദ്രമാക്കണോ?
അതോ നാടിൻ്റെ വികസനത്തിൻ്റെ കരുത്താക്കണോ? ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കത് തീരുമാനിക്കാം. ഓർക്കുക, നിങ്ങളുടെ ഓരോ വോട്ടും ഒരു വിധി തീർപ്പാണ്. വിവേകത്തോടുകൂടി അത് ഉപയോഗിക്കുക. ജനാധിപത്യം നിങ്ങളുടേതാണ്. ജാഗ്രതയോടെ ഇരിക്കുക. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. മുന്നണികളും രാഷ്ട്രീയ പ്രവർത്തകരും വോട്ട് തേടി നിങ്ങളുടെ അടുത്തേക്കെത്തും. ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ആയാറാം ഗയാറാമാരെക്കുറിച്ച് ഞങ്ങൾ അവതരിപ്പിച്ച ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് മുഖാന്തരം ഞങ്ങളെ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.